നാരങ്ങ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ കാണില്ല. പല ആരോഗ്യ ഗുണങ്ങളും നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഉപയോഗത്തിനായി നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് അതിന്റെ തൊലി കളയുകയാണ് നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളത്. എന്നാൽ നാരങ്ങയോളം ഗുണം നാരങ്ങയുടെ തൊലിക്കുമുണ്ട്. പക്ഷെ പലർക്കും ഇതറിയില്ല. ഫോളേറ്റ്, വിറ്റാമിൻ സി, ബീറ്റ കരോട്ടീൻ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ കൊണ്ട് ഫലപ്രദമാണ് നാരങ്ങ. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള പോഷകത്തെക്കാൾ കൂടുതൽ നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. നാരങ്ങ നീരിനേക്കാളും വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് നാരങ്ങയുടെ തൊലിയിലാണ്. ഇതിനൊപ്പം തന്നെ ഡി ലിമോണിൻ എന്ന ആന്റി ഓക്സിഡന്റും അടങ്ങിയിരിക്കുന്നു. ഇവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ, വിറ്റാമിൻ സി എന്നിവ രക്തത്തിലെ ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. അതോടൊപ്പം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. നമ്മളിൽ പലർക്കും വെല്ലുവിളിയെ തുടരുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നാരങ്ങയുടെ തൊലി സഹായിക്കുന്നു. വായുടെയും മോണയുടെയും ആരോഗ്യത്തിനും ഇത് വളരെ ഗുണം ചെയ്യും. ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാൻ സഹായിക്കും. കൂടാതെ സ്കർവി പോലുള്ള രോഗങ്ങളെയും ചെറുക്കുന്നു. പലരിലും കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് മുഖത്തെ പാടുകളും ചുളിവുകളും ഒക്കെ. അത് മാറാൻ വേണ്ടി പല പരിഹാരങ്ങളും ചെയ്തവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ നാരങ്ങയുടെ തൊലി ഉപയോഗിക്കുന്നതിലൂടെ ഈ വക പ്രശ്നങ്ങളെയും തടയാൻ കഴിയുന്നതാണ്. മുഖക്കുരു, പിഗ്മെന്റേഷൻ എന്നിവ കുറയ്ക്കാൻ നാരങ്ങയുടെ തൊലി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും അസ്കോർബിക് ആസിഡും മുഖത്തെ പാടുകൾ കുറയ്ക്കാനും ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നവയാണ്. എങ്ങനെയാണ് നാരങ്ങ ഉപയോഗിക്കേണ്ടത് എന്നറിയണ്ടേ? നീരെടുത്ത നാരങ്ങയുടെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുഖത്തും ചർമ്മത്തിലും ഉപയോഗിക്കാം. കൂടാതെ ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി നാരങ്ങയുടെ തൊലി കൂടി ഉപയോഗിച്ചു നോക്കൂ. മാറ്റങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്.